ഗ്ലോറി ബി ടു ഗോഡ്. കർത്താവിൽ എല്ലാ പ്രിയ ദൈവമക്കൾക്കും യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള എൻ്റെ സ്നേഹ വന്ദനങ്ങൾ. അതേ പ്രിയമുള്ളവരെ, കർത്താവ് നമ്മെ ആള് മാറിയവരെ പോലെ മാറ്റുവാൻ സർവശക്തനാണ്. അതായത് നാം എപ്പോഴാണ് ആൾ മാറുന്നത്? വേറൊരു ഹൃദയം നാം പ്രാപിക്കുമ്പോൾ. ഇപ്പോൾ നാം ചിന്തിക്കുന്ന ചിന്തകൾ, നമ്മുടെ ആലോചനകൾ, നമ്മുടെ വിചാരങ്ങൾ, നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വരുന്ന ആശയങ്ങൾ, നിരൂപണങ്ങളൊക്കെ മാറി വേറൊരു ഹൃദയം, അല്ല എങ്കിൽ പുതിയൊരു ഹൃദയം നാം പ്രാപിക്കുമ്പോൾ നിശ്ചയമായി ആൾ മാറിയവരെ പോലെ നമുക്ക് മാറുവാൻ ഇടയായിത്തീരും. പ്രൈസലോ. എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട് പുതിയൊരു ഹൃദയം, വേറൊരു ഹൃദയം പ്രാപിക്കണമെന്ന്? പ്രൈസലോ. ദൈവത്തിൻ്റെ ആത്മശക്തി യഥാർത്ഥമായി നമ്മുടെ മേൽ വ്യാപരിച്ചു കഴിയുമ്പോൾ നമ്മുടെ സ്വഭാവങ്ങൾക്കും നമ്മുടെ ജീവിത ശൈലികൾക്കും പാരമ്പര്യമായ എല്ലാ അനുഭവങ്ങളിൽ നിന്നും വലിയൊരു മാറ്റം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് വ്യക്തിപരമായി നമുക്കും നമ്മെ കാണുന്ന നമുക്ക് ചുറ്റുമായിരിക്കുന്ന മറ്റുള്ളവർക്കും അനുഭവിക്കുവാൻ ഇടയായിത്തീരും. അങ്ങനെ ഇനി ഇവൻ്റെ അവസ്ഥ ഇങ്ങനെ തന്നെ, ഇവൻ്റെ ജീവിതം ഇങ്ങനെ തന്നെ എന്ന മുദ്ര എഴുതി വച്ചിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ ഇന്നു മുതൽ ഒരു മാറ്റം നൽകി വ്യത്യാസപ്പെടുത്തുവാൻ ദൈവം സർവശക്തനാണ്. ഈ വചനം നമുക്ക് ഈ ആലോചന പൂർണ്ണമായി വിശ്വസിക്കാം. നമുക്ക് ഒരുമിച്ച് വായിക്കാം. ശമൂവേലിൻ്റെ 1-ാം പുസ്തകം 10-ാം അധ്യായം അതിൻ്റെ 9-ാം വചനം. അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു: അവൻ ശമൂവേലിനെ വിട്ട് പിരിഞ്ഞപ്പോൾ ദൈവം അവന് വേറൊരു ഹൃദയം കൊടുത്തു. ആ അടയാളങ്ങളെല്ലാം അന്ന് തന്നെ സംഭവിച്ചു. അത് വേറൊരു ഹൃദയം കൊടുത്തു. എപ്പോഴാ? ശമൂവേലിനെ വിട്ട് പിരിഞ്ഞപ്പോൾ. അതായത് എന്തിനു വേണ്ടിയാണ് ശമൂവേലിൻ്റെ അടുക്കൽ വന്നു എന്നും ഒക്കെ നമുക്ക് കാണുവാൻ കഴിയും. അതേ 10-ാം അധ്യായം 1-ാം വചനത്തിൽ, അപ്പോൾ ശമൂവേൽ തൈലപാത്രമെടുത്ത് അവൻ്റെ തലയിൽ ഒഴിച്ചു, ശൗലിൻ്റെ തലയിൽ ഒഴിച്ചു, അവനെ ചുംബിച്ചു പറഞ്ഞത്: യഹോവ തൻ്റെ അവകാശത്തിന് പ്രഭുവായി നിന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ഹല്ലേലൂയ. യഥാർത്ഥമായി അഭിഷേകം പ്രാപിച്ചപ്പോൾ ശമൂവേലിന് വേറൊരു ഹൃദയം ലഭിക്കുകയുണ്ടായി. എന്നാൽ അധിക ദിവസം ആ അഭിഷേകവും നിലനിന്നില്ല, ആ വേറൊരു ഹൃദയവും തനിക്ക് ഉണ്ടായിരുന്നില്ല. എപ്പോഴാണോ അനുസരണക്കേട് തൻ്റെ ജീവിതത്തിൽ കടന്നു വന്നത്, മത്സരം വന്നത്, ദൈവത്തെ ഭയപ്പെടാതെ പോയത്, ഇത്രയല്ലേ ഉള്ളൂ എന്ന് നിസ്സാരമായിട്ട് ദൈവത്തിൻ്റെ ആലോചനയെ കണക്കാക്കിയത്, അപ്പോൾ തന്നെ ദൈവം പകർന്ന അഭിഷേകം ശൗലിനെ വിട്ട് മാറിപ്പോയി. ഹല്ലേലൂയ. ആത്മാവിൻ്റെ സാന്നിധ്യം മാറി അടുത്തു വന്നത് ദുരാത്മാവാണ്. മാത്രമല്ല വേറൊരു ഹൃദയം ഉണ്ടായിരുന്നു, അത് മാറിപ്പോയി. പിന്നീട് ദുഷ്ടത നിറഞ്ഞ ഹൃദയമായിരുന്നു ശൗലിന് വന്നത്. പ്രിയ ദൈവമക്കളെ, നമ്മെ കർത്താവ് അഭിഷേകം ചെയ്തിരിക്കുമ്പോൾ ആ അഭിഷേകത്തിൽ നാം പ്രാപിച്ച ദൈവകൃപയെ അസാൾട്ടാക്കി എണ്ണാതെ, ഉപേക്ഷയായി വിചാരിക്കാതെ, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കാതെ, ഈ നാളുകളിൽ ആത്മാവിനെ അനുസരിച്ച് നമ്മുടെ ജഡത്തെ ഒടുക്കി, ജഡത്തെയും അതിൻ്റെ രാഗമോഹങ്ങളെയും ജഡത്തിൻ്റെ ചിന്തകളെയും പിടിച്ചടക്കി ഈ നാളുകൾ ആത്മാവിനാൽ നയിക്കപ്പെടുന്നവരായി നാം മാറുമെങ്കിൽ നിശ്ചയമായി വേറൊരു ഹൃദയം പ്രാപിച്ചുകൊണ്ട് വ്യത്യസ്തരായി ഈ ഭൂമിയിൽ വിളങ്ങുവാൻ ചില അടയാളങ്ങൾ, ദൈവം പറഞ്ഞ ചില അടയാളങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണുവാൻ, അത് സംഭവിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം ഇടയാക്കും. ഇവിടെ എപ്പോഴാണോ ശൗൽ യഥാർത്ഥമായി അഭിഷേകം പ്രാപിച്ചു കഴിഞ്ഞത്, അപ്പോൾ മുതൽ ശമൂവേൽ ഒത്തിരി ആലോചനകൾ തന്നോട് പറഞ്ഞു. നീ ഇന്ന സ്ഥലത്ത് പോകുമ്പോൾ ഇന്ന ആൾക്കാരെ കാണും, ഇന്ന കാര്യങ്ങൾ സംഭവിക്കും എന്നൊക്കെ പറഞ്ഞു. അതേ അധ്യായം തന്നെ 10-ാം അധ്യായം 7-ാം വചനത്തിൽ ശമൂവേൽ വീണ്ടും അവസാനമായിട്ട് ഇങ്ങനെ പറയുന്നു: ഈ അടയാളങ്ങൾ നിനക്ക് സംഭവിക്കുമ്പോൾ യുക്തമെന്ന് തോന്നുന്നത് ചെയ്യുക, ദൈവം നിന്നോട് കൂടെയുണ്ട്. അതെ, ചില ദൈവപ്രവൃത്തികൾ വെളിപ്പെട്ട് കഴിയുമ്പോൾ, അവൻ ചില അടയാളങ്ങളും അത്ഭുതങ്ങളും നാം കാണുമ്പോൾ നമുക്ക് യുക്തമുള്ളത് ചെയ്യുവാൻ ദൈവം അധികാരം തന്നിട്ടുണ്ട്. എന്നാൽ അഭിഷേകം തന്ന, അടയാളങ്ങളെ കാണിച്ച ദൈവം, നമ്മോട് സംസാരിച്ച, ആലോചന തന്ന ദൈവം എപ്പോഴും നമ്മോട് കൂടെയുണ്ട് എന്ന ബോധ്യത്തോടെയാണ് നാം നമുക്ക് യുക്തമെന്ന് തോന്നുന്നത് ചെയ്യുവാൻ. ഹല്ലേലൂയ.
ആമേൻ. അതിനുശേഷമാണ് ആമേൻ സ്തോത്രം ശൗലിനെ കുറിച്ച് വായിക്കുന്നത്. ദൈവം അവന് വേറൊരു ഹൃദയം കൊടുത്തു. ആ അടയാളങ്ങളെല്ലാം അന്ന് തന്നെ സംഭവിച്ചു. ദൈവം പറഞ്ഞതിന് വള്ളിക്കോ പുള്ളിക്കോ മാറ്റമുണ്ടായിരുന്നില്ല. അന്ന് തന്നെ അടയാളങ്ങളൊക്കെ സംഭവിച്ചു. എങ്കിൽ പ്രിയ ദൈവമക്കളെ, വേറൊരു ഹൃദയം പ്രാപിക്കുവാൻ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാമോ? നിശ്ചയമായി ചില അടയാളങ്ങൾ, ചില ദൈവപ്രവൃത്തികൾ ഇന്ന് തന്നെ സംഭവിക്കുവാനിടയായിത്തീരും. ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് സഹായിക്കും. ആമേൻ. സ്തോത്ര. വിടുതൽ പ്രാപിച്ചു കഴിയുമ്പോൾ യുക്തമായത് ചെയ്യുവാൻ അധികാരം നമുക്കുണ്ട്. ഇത് കൃപായുഗമാണ്. എന്നാൽ നമ്മെ കാണുന്നൊരു കണ്ണുണ്ട്, എപ്പോഴും നമ്മോട് കൂടെ ഇരിക്കുന്നൊരു ദൈവമുണ്ട് എന്ന ബോധ്യം നമുക്കുണ്ടായിരിക്കണം. ആമേൻ. സ്തോത്ര. പരിശുദ്ധാത്മാവിനനുസരിച്ച് ജീവിക്കുക. ദൈവം നമ്മെ എവരെയും സഹായിക്കുമാറാകട്ടെ. പുതിയൊരു ഹൃദയം ദൈവത്തിൽ നമുക്ക് പ്രാപിക്കാം. പുതിയൊരു ആത്മാവിനാൽ നിറയപ്പെടാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നല്ല ദൈവ സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ അങ്ങ് ഞങ്ങൾക്ക് നൽകിയ ആലോചനയ്ക്കായി സ്തോത്രം. അതിനാണ് പുതിയൊരു അനുഭവത്തോടെ പുതിയ അഭിഷേകം പ്രാപിച്ചുകൊണ്ട് കർത്താവേ സ്തോത്രം 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 സ്തോത്രം. ഹല്ലേലൂയ. ആത്മാവിനാൽ അറിയപ്പെട്ടവരെ ആത്മാവിനെ ദുഃഖിപ്പിക്കാതെ, ആത്മാവിനെ അനുസരിച്ച് കർത്താവ് ഉപേക്ഷയായി വിചാരിക്കാതെ, പരിഹസിക്കാതെ, ഹല്ലേലൂയ കർത്താവേ സ്തോത്രം 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 സ്തോത്രം. അധികമായി ആത്മാവിനാൽ നിറയപ്പെട്ട് പുതിയൊരു ഹൃദയം പ്രാപിച്ച് വ്യത്യസ്തരായി കർത്താവേ ഈ ഭൂമിയിൽ വിളങ്ങുവാൻ ചില അടയാളങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്, അത് എപ്പോഴാണോ അങ്ങ് പറഞ്ഞിരിക്കുന്നത് ആ ദിവസം തന്നെ, ആ ടൈമിന് തന്നെ അടയാളങ്ങൾ സംഭവിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ സ്വർഗം സഹായിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. ഞങ്ങളുടെ പ്രവൃത്തികളെ ഞങ്ങളുടെ കാര്യങ്ങളിൽ സമർപ്പിക്കുന്നു. അങ്ങ് ഞങ്ങളോട് കൂടെ ഉള്ളതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. മേ ഗോഡ് ബ്ലെസ് യു ഓൾ.